സുബഹി ജമാഅത്ത് നിസ്കാരം. ഇത് നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു ഫർള് നിസ്കാരം മാത്രമല്ല. ആ നിസ്കാരം നിങ്ങൾ അള്ളാഹുമായുള്ള കണക്ഷൻ എത്രയുണ്ട് എന്ന് അറിയിക്കുന്ന ഒരു നിസ്കാരം കൂടിയാണ്. അതായത് നിങ്ങൾക്ക് അള്ളാഹുവിനോട് എത്രമാത്രം അള്ളാഹുവിന്റെ ദീനിനോടും എത്രമാത്രം സ്നേഹമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു നിസ്കാരം കൂടിയാണ്. അത് മാത്രമല്ല, സുബഹി ജമാഅത്ത് നിസ്കാരം നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സക്സസ്. ഒരു ദിവസത്തിന്റെ എല്ലാ ദിവസവും ഒരു സക്സസ് ഇല്ല. അതിൽ ആദ്യത്തെ സക്സസ് നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു, നിങ്ങൾ ജമാഅത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് സാലറി അന്നത്തെ ദിവസം 10,000 ദിർഹം കിട്ടുന്ന, അല്ലെങ്കിൽ എത്ര 5,000 ദിർഹം കിട്ടുന്ന, അല്ലെങ്കിൽ അത്ര ബിസിനസ് ഉണ്ട്. അതുപോലെ നിങ്ങൾ സുബഹി ഒരാൾ ജമാഅത്ത് നിസ്കരിച്ചെങ്കിൽ ആ 5,000 10,000 ഒക്കെ കൂടുതൽ ഈ ജമാഅത്ത് നിസ്കരിച്ച അവൻ എത്ര ദരിദ്രനായാലും 1000 ഉറുപ്പിക നയിക്കുന്നവനായാലും അവൻ സുബഹി ജമാഅത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവനാണ് അന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ മനസ്സുകൊണ്ട് ഏറ്റവും വലിയ കോടീശ്വരൻ, മനസ്സുകൊണ്ട് ഏറ്റവും വലിയ സമാധാനം. അതല്ല വേണ്ട, അത് പൈസക്ക് തരാൻ പറ്റില്ല, സുബഹി ജമാഅത്തിന് അത് തരാൻ പറ്റും. എന്റെ അനുഭവം കൊണ്ട് പറയാ, എന്റെ ഒരുപാട് ആൾക്കാർ അനുഭവത്തിലൂടെ പറയാ. ഇന്ന് മുതൽ ഈ വീഡിയോ കാണുന്ന പോലെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾ നാളെ മുതൽ സുബഹി ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകും. റൂമിലല്ല പള്ളിയിലേക്ക് പോവുക തന്നെ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഫർള് ജമാഅത്ത് ഒരാൾ സുബഹി, അതായത് അവന് രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഏറ്റവും ഉറക്കം പീക്ക് ടൈം, നല്ല ഉറക്കം വരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാണ്, ആ ഉറക്കത്തിനെല്ലാം വിട്ട്, ആ ഉറക്കത്തിനെല്ലാം അത്രയും ബുദ്ധിമുട്ട് നിങ്ങളെ ബ്ലാങ്കറ്റിനെ എറിഞ്ഞ് നിങ്ങൾ എണീറ്റ് അവിടെ ഉറക്കം തൂങ്ങി നിങ്ങൾ ഉളൂ ചെയ്യുന്നു. എന്നിട്ട് പള്ളിയിലേക്ക് നടന്നു പോകുന്നു. ഇതൊക്കെ എന്താണ് അവിടെ കാണിക്കുന്നത്? നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമായിരുന്നു, അവിടെയൊക്കെ കൂർക്ക വലിച്ചു, പക്ഷെ നിങ്ങൾ എണീക്കുക. അത് നിസ്കരിക്കാൻ വേണ്ടി മാത്രമല്ല, ആ നിസ്കാരത്തിന്റെ ആ ഒരു സുഖം അത് കിട്ടാതെ പോയാൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഭയങ്കര മൂഡ് ഔട്ട് ആയിരിക്കും. എന്ത് കിട്ടിയാലും നിങ്ങൾക്ക് അധികയില്ല. അതുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു പോകുന്നു. എന്നിട്ട് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്, അത് ഈ ദുനിയാവും അതിനുള്ള മുഴുവനും വസ്തുക്കളെക്കാളും നിങ്ങൾക്ക് ശ്രേഷ്ഠമാണെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുനിയാവ് അതിനുള്ള മുഴുവൻ വസ്തുക്കളും നിങ്ങൾക്ക് ലഭിച്ചത് പിന്നെ എന്ത് കിട്ടും? ദുനിയാവ് കിട്ടിയ അതിന്റെ ഒരു സന്തോഷം, അതാണ് ഉദ്ദേശിച്ചത് ആ 2 റക്അത്തിന്റെ. പിന്നെ ഫർളിന് ഒരാള് അതിന്റെ ശ്രേഷ്ഠത നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ മുട്ടുകുത്തിയിട്ടെങ്കിൽ നിങ്ങൾ പള്ളിക്ക് പോകുമായിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് സുബഹി ജമാഅത്തിന്റെ കാര്യം. അതുപോലെ സുബഹി ഒരാൾ ജമാഅത്ത് നിസ്കരിച്ചാൽ അന്നത്തെ ദിവസം മുഴുവനും അവന്റെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട്. ഒരാളെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. അവന് ഒരാൾ തൊട്ടാൻ കഴിയില്ല. ഒരാളെ തൊട്ടാല് സുബഹി ജമാഅത്ത് നിസ്കരിച്ച ഒരാൾക്ക് പാര വെക്കാൻ പോയാൽ അവനായിരിക്കും തിരിച്ചു പാര കിട്ടുക. അവൻ അള്ളാഹിന്റെ സംരക്ഷണത്തിലാണ്. അവൻ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. ഒരാൾക്കും അവന്റെ ജോലിയെ തെറിപ്പിക്കാൻ കഴിയില്ല, അവന്റെ ബിസിനസിനെ തകർക്കാൻ കഴിയില്ല. അവൻ കാരണം അള്ളാഹുവിന്റെ സംരക്ഷണം. അത് മാത്രമല്ല, രാവിലെ മുതൽ രാത്രി വരെ നിന്ന് നിസ്കരിച്ച പ്രതിഫലം സുബഹി ജമാഅത്ത് നിസ്കരിച്ചാറുണ്ട്. ഒരുപാടുണ്ട്. അത് പറഞ്ഞാൽ തീരില്ല. അത്രയും ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സമാധാനം, മനസ്സിന്റെ റാഹത്ത് ഉള്ളത് ജമാഅത്ത് നിസ്കാരത്തിലാണ്. അതിനുശേഷം ഖുർആൻ ഓതിയാൽ ബർക്കത്ത് കിട്ടണം. അന്നത്തെ ദിവസം കച്ചവടത്തിൽ ബർക്കത്ത്, ജോലിയിൽ ബർക്കത്ത്, ജീവിതത്തിൽ ബർക്കത്ത്, സമ്പാദ്യത്തിൽ എല്ലൊരു ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാത്തിലും നമുക്കൊരു സന്തോഷം കിട്ടണം. എല്ലാ കാര്യങ്ങളിലും, എല്ലാ സമ്പാദ്യത്തിൽ നിലനിൽപ്പ് വേണം. അതുപോലെ മക്കളിൽ രോഗം വരാൻ പാടില്ല, ഫൈന് വരാൻ പാടില്ല, വണ്ടിക്ക് ജീവിതം ഒരു സന്തോഷമാവണം. അതാണ് ബർക്കത്ത്.